ഡിസംബർ 24, 2016 ക്രിസ്തുമസിന്റെ തലേന്നുള്ള രാത്രി. വായിച്ചുകൊണ്ടിരുന്ന ആ ബുക്കിലെ വരികൾക്കിടയിൽ ആലീസ് പതിയെ പേന കൊണ്ട് വരച്ചു. യു റിയലൈസ് ദാറ്റ് ട്രൈയിങ് ടു കീപ് യുവർ ഡിസ്റ്റൻസ് ഫ്രം മീ വിൽ നോട്ട് ലെസൺ മൈ അഫെക്ഷൻ ഫോർ യു. ഓൾ എഫേർട്സ് ടു സേവ് മീ ഫ്രം യു വിൽ ഫെയിൽ. അടിവരയിട്ട ആ വാചകം അവൾ വായിച്ചു. അപ്പോഴാണ് നിക്സന്റെ കോൾ വരുന്നത്. അവൾ ഓടിച്ചെന്ന് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹായ് ഹണി, ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം. ഞാൻ എയർപോർട്ടിലെത്തി. നമ്മുടെ ആദ്യത്തെ ക്രിസ്തുമസ് അല്ലേ, ആഘോഷിക്കണ്ടേ? നിക്സൺ ഫോണിലൂടെ അവളോട് ചോദിച്ചു. അവൾ അതിന് മറുപടി നൽകി. വെറും എന്ന് പറഞ്ഞ് മറുപടി നിർത്തിയോ? വാതോരാതെ സംസാരിക്കുന്ന എൻ്റെ ആലീസിന് ഇന്ന് എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആലീസ്? ആലീസ്, ഞാൻ പറഞ്ഞത് കേട്ടോ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ആലീസ്? ആലീസിന്റെ മറുപടി കിട്ടാതെ വന്നപ്പോൾ നിക്സൺ വീണ്ടും ചോദിച്ചു. അത് നിക്ക്, ഓഫീസിൽ ചെറിയൊരു പ്രശ്നം. എന്തു പറ്റി ആലീസ്? എന്നോട് പറ, എന്താണ് പ്രശ്നം? ഈയിടെയാണ് കമ്പനിയിലെ സോഫ്റ്റ്വെയർ സിസ്റ്റം മൊത്തം അപ്ഡേറ്റ് ആയത്. അതിലെ ചില ബഗ്സ് കാരണം ഒരുപാട് കുറവുകളുണ്ടായിരുന്നു ആ സോഫ്റ്റ്വെയറിൽ. ആ ബഗ്സ് ആയിരിക്കണം കാരണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ചില വലിയ കമ്പനികളുടെ കണക്കുകൾ ഞാൻ കാണാനിടയായി. വിശദമായ കണക്കുകൾ ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. എല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്നു. പല പല അക്കൗണ്ടുകൾക്ക് 3-4 ലെഡ്ജറുകൾ, കമ്പനി ആസ്തികൾക്ക് വാങ്ങിയ അന്നു മുതൽ ഡിപ്രീസിയേഷൻസ് നൽകാതെ ഉയർന്ന വില നൽകിയിരിക്കുന്ന ആസ്തികൾ, വലിയൊരു പ്രിലിമിനറി എക്സ്പെൻസ് എഴുതി ചേർത്ത ബാലൻസ് ഷീറ്റുകൾ. ഫിസിക്കലി ഇത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ കണ്ട ഡമ്മി വൗച്ചറുകൾ, ഡമ്മി ഇൻവോയ്സസ്, എല്ലാം ഡമ്മി. കാലങ്ങളായി ഞങ്ങളുടെ കമ്പനി പല പ്രമുഖ കമ്പനികളുടെയും നികുതി വെട്ടിപ്പിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ മാനേജർ വിവേകിനോട് ചോദിച്ചു. വിവേക് ഇതേപ്പറ്റി തരകൻ സാറിനോട് പറഞ്ഞു. തരകൻ സാർ എന്നെ അയാളുടെ റൂമിലേക്ക് വിളിച്ചു. കണ്ട കാര്യങ്ങൾ ഇതോടെ വിട്ടുകളയാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഇവിടെ കണ്ടത് പുറത്തെങ്ങാനും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ അവരറിയാതെ ആ കണക്കുകൾ വെച്ച് CAGക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. തെളിവിന് വേണ്ടി ഫ്രോഡ് നടത്തുന്ന കമ്പനിയുടെ വിവരങ്ങളും കണക്കുകളും ഒരു ഹാർഡ് ഡ്രൈവിലേക്ക് കോപ്പി ചെയ്തു. കമ്പനി പോളിസി പ്രകാരം കണക്കുകൾ, ക്ലയന്റിന്റെ വിവരങ്ങൾ കോപ്പി ചെയ്യാൻ പാടില്ലാത്തതാണ്. കോപ്പി ചെയ്താൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിലേക്ക് അലേർട്ട് പോവും. ഈ സമയം അവർ അറിഞ്ഞിട്ടുണ്ടാകും ഞാൻ കോപ്പി ചെയ്ത കാര്യം. എന്തിനും മടിക്കാത്തവരാണ് അവർ. എനിക്കിപ്പോൾ പേടി തോന്നുന്നു നിക്ക്. ഏയ് ആലീസ്, പേടിക്കാതെ. ഞാനില്ലേ, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തില്ലേ. ഭയപ്പെടാതെ, ഞാൻ കൂടെ ഉണ്ട്. പ്രേതത്തെ ഭയമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവും ആലീസ്? നിക്സന്റെ ആ മറുപടി കേട്ട് ആലീസ് ചിരിച്ചു. ഹാവു, സമാധാനായി. ചിരിച്ചല്ലോ. ബോർഡിങ്ങിന് ടൈമായി ഡിയർ. പെട്ടെന്ന് 2 കാറുകൾ വീടിന് മുന്നിൽ വന്നു നിന്ന ശബ്ദം ആലീസ് കേട്ടു. നിക്ക്, വെയിറ്റ്, പുറത്താരോ വന്നിട്ടുണ്ട്. ഫോണിന്റെ റിസീവർ ഫോണിനരികിലായി വെച്ചുകൊണ്ട് അവൾ മുൻവശത്തെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു. ഡോറിന്റെ പീപ്പ് ഹോളിലൂടെ നോക്കിയ അവൾ വീടിന് പുറത്തു വന്നു നിന്ന 2 കാറുകളിൽ നിന്ന് കുറച്ചുപേർ അവളുടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടു. അവൾ പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് കണ്ണുകളെടുത്തു. വീടിന് പുറത്തു നിന്നവർ തെളിച്ച ടോർച്ചിന്റെ വെളിച്ചം ജനലിന്റെ ഗ്ലാസ് വഴി അകത്തേക്ക് വന്നു. പെട്ടെന്ന് പുറത്തു നിന്നാരോ ഡോറിൽ ശക്തമായി ഇടിക്കാൻ തുടങ്ങി. അവൾ ഭയത്തോടെ ഫോണിന്റെ അടുത്തേക്ക് ഓടി. നിക്സൺ, ആരൊക്കെയോ വാതിലിൽ ഇടിക്കുന്നുണ്ട് നിക്സൺ, അവൾ ഭയത്തോടെ ഫോണിലൂടെ പറഞ്ഞു. ഡോറിലിടിക്കുന്നതിന്റെ ശബ്ദത്തിന്റെ ആവൃത്തി പതിയെ പതിയെ കൂടി വന്നു. അതവരാണ് നിക്സൺ. ഞാൻ പറഞ്ഞില്ലേ, അവരെന്നെ കൊല്ലും നിക്സൺ, അവൾ കരഞ്ഞുകൊണ്ട് ഫോണിലൂടെ പറഞ്ഞു. പെട്ടെന്ന് ഡോർ ഇടിച്ചു പൊളിച്ച് കുറച്ചാളുകൾ വീടിനകത്തേക്ക് കയറി വന്നു. അവളുടെ കയ്യിൽ നിന്ന് ഫോണിന്റെ റിസീവർ നിലത്തേക്ക് വീണു. തരകൻ, മാനേജർ വിവേക്, സ്പാനർ ഷിബു, പിന്നെ സബ് ഇൻസ്പെക്ടർ ഹരീഷ്, ഇവരായിരുന്നു ആ കാറുകളിൽ വന്നത്. പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആലീസിന്റെ അടുത്തേക്ക് അവർ നടന്നു. മിടുക്കി, കണ്ടെത്തിയതെല്ലാം കോപ്പി ചെയ്തല്ലേ? ഗുഡ്. പ്രൊഫഷണൽ എത്തിക്സ്, ഗ്രേറ്റ്.
പക്ഷേ ഈ ഇൻഡസ്ട്രി ഭരിക്കുന്നത് ഞങ്ങളാണ്. പ്രൊഫഷണൽ എത്തിക്സ് കല്ലറയിൽ അടച്ച് അതിൻ്റെ മേലെ പൂച്ചെണ്ടുകൾ വെച്ച് അലങ്കരിച്ച് പണത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ പോലും മടിക്കാത്ത ഞങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത് ആലിസേ. ഡാറ്റ കോപ്പി ചെയ്ത ഹാർഡ് ഡ്രൈവ് എവിടെ? ഹഹ, ഭീഷണിയുടെ ശബ്ദം. രാജ്യത്തിനു വേണ്ടി പോരാടുന്ന പട്ടാളക്കാരനാണ് എൻ്റെ ഭർത്താവ്. അദ്ദേഹത്തിൻ്റെ ധീരയായ ഭാര്യയാണ് ഞാൻ. എന്നോടാണോ ഭീഷണി? ഹാർഡ് ഡ്രൈവ് ഞാൻ തരാൻ പോകുന്നില്ല. ആലീസ് തരകന് മറുപടി നൽകി. ഈ സംസാരമെല്ലാം ഫോണിൻ്റെ റിസീവറിലൂടെ നിക്സൺ കേൾക്കുന്നുണ്ടായിരുന്നു. ധീരനായ ഭർത്താവിൻ്റെ ധീരയായ ഭാര്യ, കൊള്ളാം. തരകൻ അത് പറഞ്ഞ് സ്പാനർ ഷിബുവിനെ ഒന്ന് നോക്കി. ഷിബു കയ്യിലുണ്ടായിരുന്ന സ്പാനർ കൊണ്ട് അവൾക്ക് നേരെ വീശി. അത് കൃത്യമായി അവളുടെ തലയിലായിരുന്നു കൊണ്ടത്. അവളുടെ നെറ്റിയിൽ നിന്ന് ചോര ചുമരിലേക്ക് തെറിച്ചു. നിലത്ത് വീണ അവളെ ഷിബു അവളുടെ മുടിയിൽ പിടിച്ച് പൊക്കിയെടുത്തു. ഇപ്പോ ആലിസിന് അല്പം ഭയം തോന്നുന്നുണ്ടല്ലേ? ഇപ്പൊ പറ, ഹാർഡ് ഡ്രൈവ് എവിടെ? ഷിബുവിൻ്റെ സ്പാനറിന് ഇനിയും പണി കൊടുക്കാതെ ആലിസ് പറ, എവിടെ ഹാർഡ് ഡ്രൈവ്? എന്നെ കൊന്നാലും അതിനി നിങ്ങൾക്ക് കിട്ടില്ല, ആലിസ് മറുപടി നൽകി. ആലിസ് മുഴുവനാക്കിയതും ഷിബുവിൻ്റെ സ്പാനർ വീണ്ടും വായുവിലൂടെ പറന്ന് ആലിസിനെ ലക്ഷ്യമാക്കി. ശരി, ഞാൻ സമ്മതിച്ചു. നീ ധീരയായ ഭാര്യ തന്നെ. ഇനിയെങ്കിലും പറ, എവിടെയാണ് നീ ആ ഹാർഡ് ഡ്രൈവ് വെച്ചിരിക്കുന്നത്? രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആലിസിനെ സ്പാനർ ഷിബു വീണ്ടും പൊക്കിയെടുത്തു. ഞാനത് തന്നാലും എന്നെ കൊല്ലും, തന്നില്ലെങ്കിൽ എന്നെ കൊല്ലും. എന്തായാലും നിങ്ങൾ എന്നെ കൊല്ലും എന്നെനിക്ക് ബോധ്യമായി. പക്ഷേ ഞാൻ മരിച്ച ആ നിമിഷം മുതൽ എൻ്റെ പ്രേതം നിങ്ങളെ പിന്തുടരും. നീയൊക്കെ എവിടെ പോയി ഒളിച്ചാലും അവിടെ വന്ന് കൊല്ലും നിന്നെയൊക്കെ. എൻ്റെ കണ്ണുകളിൽ ഇപ്പം കണ്ട ഭയത്തിൻ്റെ ഇരട്ടി നീയൊക്കെ അനുഭവിക്കും. എൻ്റെ പ്രേതം നിങ്ങളെ വെറുതെ വിടില്ല, ആലിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തരകൻ ഷിബുവിനെ നോക്കി കണ്ണുകൊണ്ട് എന്തോ അങ്ക്യം കാട്ടി. ഷിബുവിൻ്റെ സ്പാനർ വീണ്ടും ആലിസിൻ്റെ തലയിൽ വന്നു പതിച്ചു. പിന്നെ ഒരു പിടച്ചിലായിരുന്നു അവൾ. അവളുടെ കണ്ണുകൾ അടയുമ്പോഴും മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. അവളുടെ പ്രേതം പ്രതികാരം ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ചിരി. കഥ എങ്ങനെയുണ്ട് തരകൻ? തരകൻ കുറ്റബോധത്തോടെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. നിന്നോടാണ് ചോദിച്ചത് കഥ എങ്ങനെയുണ്ടെന്ന്. നിക്സന്റെ കണ്ണുകളിൽ പ്രതികാരം തിളയ്ക്കുന്നുണ്ടായിരുന്നു അത് പറയുമ്പോൾ. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. പറ്റിപ്പോയി. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു തരകൻ. അല്ലെങ്കിൽ മരണം നിനക്ക് തരാൻ പറ്റുന്ന, നീ അർഹിക്കുന്ന ശിക്ഷയുമല്ല. എന്ന് വെച്ച് നിന്നെ വെറുതെ വിട്ടാൽ എൻ്റെ ആലിസ് എന്നോട് പൊറുക്കുകയില്ല. നഷ്ടപ്പെടലിൻ്റെ വേദന നീ അറിയണം. ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും നീ അറിയണം നഷ്ടപ്പെടലിൻ്റെ വേദന. അതാണ് നീ അർഹിക്കുന്ന ശിക്ഷ. നിക്സൺ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. പുറത്തു കിടന്ന നിക്സന്റെ കാർ പൊട്ടിത്തെറിച്ചു. നോ! തരകൻ അലറി. ഈ നിമിഷം മുതൽ നീ അറിയും തരകൻ നഷ്ടപ്പെടലിൻ്റെ വേദന. കയ്യിലുണ്ടായിരുന്ന ഹാർഡ് ഡ്രൈവ് അയാളുടെ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിക്സൺ അവിടെ നിന്ന് തിരിച്ചു നടന്നു. ഇന്ന് പ്രതികാരം അത് ദൈവത്തിനുള്ളതാണ് സൺ, നമ്മൾ മനുഷ്യർക്കുള്ളതല്ല. കുമ്പസാരക്കൂടിൻ്റെ ഒരു വശത്തായി തല കുമ്പിട്ടിരുന്ന നിക്സണോട് ഫാദർ റോയ് പറഞ്ഞു. ഫാദർ തുടർന്നു. എനിക്കറിയില്ല സൺ, നീ ചെയ്തത് ശരിയാണോ എന്ന്. ചുങ്കക്കാരൻ സഖായിയുടെ പാപങ്ങൾ മോചിപ്പിച്ച്, മഗ്ദലന മറിയത്തിൻ്റെ പാപങ്ങൾ മോചിപ്പിച്ച്, സർവ്വ മനുഷ്യരാശിയുടെ പാപങ്ങൾ മോചിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മരിച്ച ദൈവം നിന്റെ പാപങ്ങൾ മോചിപ്പിക്കും. ഗോഡ് ബ്ലെസ് യു സൺ. ഫാദർ അത് പറയുമ്പോൾ അങ്ങ് അകലെ നിന്ന് പോലീസ് വണ്ടിയുടെ സൈറൺ ശബ്ദം നിക്സന്റെ കാതുകളിൽ പതിക്കുന്നുണ്ടായിരുന്നു.